ഇതെന്താടി ഇത്? നീ വാലിന് തീ പിടിച്ച പോലെ ഓടി വരുന്നു. നിന്നെ പട്ടി വല്ലതും ഇട്ട് ഓടിച്ചാ? പട്ടിയൊന്നുമല്ല, ഇത് അതിലും വലിയ കേസ് കേട്ടാ. അതെന്ത് കേസ് കേട്ടാണ്? പറ. നമ്മുടെ സുമതി ചേച്ചിയുടെ മോളില്ലേ, പ്രിയ? ആ, അവളൊരു ചെറുക്കനുമായിട്ട് റോഡില് മുത്തം കൊടുക്കുവാണോ കെട്ടിപ്പിടിക്കുവാണോ എന്തൊക്കെയാണോ കാട്ടിക്കൂട്ടുന്നത്. ആണോ? ഞാൻ ചോദിച്ചു, നമുക്കറിയാവുന്ന കൊച്ചല്ലേ? അപ്പൊ അവൾ എന്നോട് പറയുക, അവക്ക് ഇഷ്ടമുള്ള പോലെ അവള് ചെയ്യും, ഞാൻ ആരാ ചോദിക്കാനെന്ന്. ആ, എന്നിട്ട്? ശരിക്കും പറഞ്ഞ ഞാനാരാ? ഒരു നാട്ടുകാരി, അല്ലാതെ വേറെ ആരാ? അതുകൊണ്ട് ഞാനിങ്ങ് പോന്നു. നീ എന്നാ വട്ടനെ പ്രേമിച്ച് നടന്നപ്പോഴത്തേക്ക് ഇവളുടെ അമ്മ സുമതി എന്തെല്ലാം പറഞ്ഞുകൊണ്ട് നടന്നത്? കഞ്ചാവ്, മയക്കുമരുന്ന്, സൂചി കുത്തിവെക്കണ്, അങ്ങനെ എന്തെല്ലാം, മരമോതേന്ന് വരെ വിളിച്ച്. സത്യം പറഞ്ഞ അവൻ അങ്ങനെ ആയിരുന്നു. എന്നാലും ഇങ്ങനെയൊക്കെ പറയാവാ. അമ്മേ, എന്താടി? ഏട്ടനെ കുറിച്ച് അങ്ങനെയൊക്കെ പറയാതെ. ആ മനുഷ്യന്റെ കൂടെയല്ലേ ഞാൻ ജീവിക്കുന്നത്. അല്ല, ആ മനുഷ്യന്റെ കൂടെ ജീവിച്ചിട്ട് മോളെന്താണാവോ ഇങ്ങോട്ട് ഓടിക്കതച്ച് വന്നത്? അത് അയാൾ അവിടെ കിടന്ന് കുടിച്ച് തലകുത്തി മറിയുക. അതാ ഞാനിങ്ങോട്ട് ഓടിപ്പോന്നത്. വീട്ടുകാരുടെ വാക്ക് കേൾക്കാതെ ഇങ്ങനെ ഓരോരുത്തന്മാരുടെയൊക്കെ പുറകെ പോകുന്ന പെൺപിള്ളേർക്ക് ഒരു പാടാ എൻ്റെ മോള്. ഇപ്പൊ സുമതിയുടെ മോളെ നീ നന്നാക്കാൻ നോക്കി. എന്ത് ചെയ്യാനാ, നിന്റെ അന്നത്തെ ബുദ്ധി തന്നെ അവക്കും. ആര് പറഞ്ഞാലും കേൾക്കില്ല, അനുഭവം കൊണ്ടേ പഠിക്കൂ. അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കാതെ, വിശന്നിട്ട് വയറ് കരിയുന്നു, വല്ലതും കഴിക്കാൻ താ. വാ, അകത്തേക്ക് വാ, വയറ് നിറച്ച് വല്ലതും കഴിക്കാം.